ഹലോ ഗേയ്സ്, സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ മാത്സ് ടീച്ചർ, രാത്രിയായ ഗെയിമർ. ഗെയിമിങ്ങിന് ഏജ് ലിമിറ്റ് ഇല്ലാന്ന് തെളിയിച്ചിരിക്കുകയാണ് 54 വയസ്സുള്ള രാകേഷ് ശർമ്മ എന്ന് പറയുന്നത്. പ്രൊഫഷണലി മാത്സ് ടീച്ചറായിട്ട് പോവുകയും തൻ്റെ പാഷനിൽ ഗെയിമിങ്ങിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഗെയിമിംഗ് സ്ട്രീമിംഗ് ലൈവ് സ്ട്രീമായിട്ട് തന്നെ നമ്മളെ യൂട്യൂബിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 6 മാസം കൊണ്ട് 173 സബ്സ്ക്രൈബേഴ്സാണ് ഈ ഒരു പ്രായത്തിൽ നമ്മൾ രാകേഷ് ശർമ്മ യൂട്യൂബിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഗെയിമിംഗ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഏതൊരു ഏജ് ലിമിറ്റിലെ ആൾക്കാരാണെങ്കിലും ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവരും ഒരു തവണയെങ്കിലും ഒരു ഗെയിം കളിച്ചു നോക്കിയവരും ആയിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് BGIS ദ ഗ്രൈൻഡിന്റെ വീക്ക് 3 നമുക്ക് ഗ്രൂപ്പ് എയുടെ മത്സരങ്ങൾ ഇന്നലെ കാണാനായിട്ട് സാധിച്ചു. ഒരു മിനി ഗ്രാൻഡ് ഫൈനൽസ് ലോബി ആയിരുന്നു നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ കാണാനായിട്ട് സാധിച്ചു. ഇവരുടെ ഡേ 1 മത്സരങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായത്. നമുക്ക് മാച്ചേഴ്സ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ഗോളിലേക്കിൻ്റെ ആ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് കാണാനായിട്ട് സാധിച്ചത്. സിംബ് തുടക്കത്തിൽ തന്നെ ഫോറമ്മിനെതിരെ അടിപൊളി 1v4 ക്ലച്ചും എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 16 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് ഗോളിലേക്ക് മാച്ച് 1 തന്നെ സ്വന്തമാക്കിയത്. സിംബ് 8 ഫിനിഷും ജോനതൻ 6 ഫിനിഷും ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കിയ മാച്ച് 2 മിറാമറിൽ നമുക്ക് കേണയൻ്റെ വക ഒരു ചിക്കൻ ഡിന്നർ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് നമ്മളുടെ സാരക്സിൻ്റെ ഒക്കെ ടീമായുള്ള ലിഖിത സ്പോർട്സിനെ തീർത്തുകൊണ്ട് 5 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് കേണയൻ സ്വന്തമാക്കിയത്. നമ്മൾ ലിഖിത സ്പോർട്സ് 13 പോയിന്റും സ്വന്തമാക്കിയ മാച്ച് 3 സാൻഹോക്കിൽ സിൻസിനാറ്റി കിഡിൻ്റെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ഇവിടെയും ലിഖിത സ്പോർട്സിനെ തീർത്തുകൊണ്ടാണ് സിൻസിനാറ്റി കിഡ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. ആൻഡ് മാച്ച് 4 നമുക്ക് VSTയുടെ വക ആ ഒരു ചിക്കൻ ഡിന്നർ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാണ്. ഇവിടെയും ലിഖിത സ്പോർട്സിനെ തീർത്തുകൊണ്ടാണ് VSTയുടെ ആ ഒരു ചിക്കൻ ഡിന്നർ, എസ്പെഷ്യലി എസ്പവറിൻ്റെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ജോനതൻ വേഴ്സസ് എസ്പവറിൻ്റെ ആ ഒരു ഫൈറ്റ്, അതേപോലെ തന്നെ ലാസ്റ്റ് ലിഖിത സ്പോർട്സിനെ ആ ഒരു നേട് കൊണ്ട് തീർത്തുകൊണ്ട് 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. മാച്ച് 5 8 ബിറ്റ് 11 ഫിനിഷസോട് കൂടിയുള്ള ഒരു ഡോമിനേറ്റിംഗ് ചിക്കൻ ഡിന്നറും കാഴ്ചവെച്ച ലാസ്റ്റ് മാച്ചിൽ VSTയുടെ ആ ഒരു സെക്കൻഡ് ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ലാസ്റ്റ് മാച്ചിൽ VST സ്വന്തമാക്കിയത്. അങ്ങനെ ഡേ 1 അവസാനിച്ചപ്പോൾ VST ആണ് ആ ഒരു പോസിറ്റീവിൽ ടോപ്പിൽ നിൽക്കുന്നത്. 2 ചിക്കൻ ഡിന്നറോട് കൂടി 67 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. എസ്പോർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. രണ്ടാം സ്ഥാനത്ത് ലിഖിത സ്പോർട്സ്, നമ്മൾ സാരക്സ് കളിക്കുന്ന ടീം നിൽക്കുന്നുണ്ട്. അടിപൊളി കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് ലിഖിതയുടെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഏകദേശം 3 മാച്ചുകളിലാണ് അവർക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ മത്സരങ്ങൾ നഷ്ടമായിട്ടുള്ളതായിരുന്നത്. 3 മാച്ചിൽ അത്യാവശ്യം ലാസ്റ്റിലേക്ക് പ്ലെയർ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ട് പോലും അവർക്ക് ആ ഒരു ചിക്കൻ ഡിന്നറിലേക്ക് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ നല്ലൊരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് ലിഖിത സ്പോർട്സിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 53 പോയിന്റായിട്ട് അവർ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് തേർഡ് ഗോളിലേക്കാണ് നിൽക്കുന്നത്. ഫസ്റ്റ് മാച്ചിൽ 26 പോയിന്റാണ് ഗോളിലേക്ക് സ്വന്തമാക്കിയത്. പക്ഷേ ബാക്കിയുള്ള 5 മാച്ചുകളിൽ ഏകദേശം 25 പോയിന്റിൻ്റെ അടുത്ത് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. ആ ഒരു കൺസിസ്റ്റൻസി അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ 51 പോയിന്റായിട്ട് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. 5-ാം സ്ഥാനത്താണ് നമ്മൾ ഒഫീഷ്യൽ ചാമ്പ്യന്മാർ RNTX നിൽക്കുന്നത് 41 പോയിന്റുമായിട്ട്. ഒഫീഷ്യൽ ഇവന്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ടീമിൻ്റെ ഒരു ഡോമിനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഇത്തവണ ഷാഡോയുടെ ഒരു അടിപൊളി 1v4 ക്ലച്ചും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. സ്പ്രേഗോഡ് നല്ല ഫോമിലേക്ക് എത്തുന്ന കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ 5-ാം സ്ഥാനത്ത് ടീം നിൽക്കുന്നുണ്ട്. 13-ാം സ്ഥാനത്താണ് സോള് നിൽക്കുന്നത്, വെറും 18 പോയിന്റുമായിട്ട്. നമ്മൾ ഇതുവരെ കണ്ട സോളിനെ അല്ല നമുക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഭയങ്കര രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 4v4 ഫൈറ്റുകൾ പോലും വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് സോൾ എത്തിയിരുന്നത്. കാരണം സോളിലെ ഓരോ പ്ലേയേഴ്സും 1v4 ക്ലച്ച് എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. പക്ഷേ ഇപ്പോൾ 4v4 ഫൈറ്റ് പോലും അവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നില്ല. പുതിയ എഡിഷനായുള്ള ഹണ്ടേഴ്സ് ടീമിലേക്ക് വന്നിട്ടുണ്ട്. ഹണ്ടേഴ്സ് ആയിരുന്നു ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ടീമിന് ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി ഡേ 2 മത്സരങ്ങൾ ഇന്നുണ്ട്. ടോട്ടൽ 4 ദിവസമാണ് ഒരു ഗ്രൂപ്പിനുള്ളത്. അതിൽ നിന്നും ടോപ്പ് പെർഫോമൻസ് ചെയ്യുന്ന ടീമുകൾ ഡയറക്റ്റ് ക്വാർട്ടർ ഫൈനൽസിലേക്കും ബാക്കിയുള്ള ടീമുകൾ റൗണ്ട് 4ലേക്കും പോകും. ആരും അങ്ങനെ പുറത്താവുന്നില്ല. അതുകൊണ്ട് ആർക്കും അങ്ങനെ പേടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ചാൻസ് എന്തായാലും BGISൽ കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം സോളിൻ്റെ ഒരു കംബാക്ക് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഡേ 2 മത്സരങ്ങൾ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടിപൊളി ലോബിയാണ്. നിങ്ങൾ മാച്ചുകളൊന്നും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ എപ്പോഴും കമൻറ്റായി രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.